ജോൺ റിപ്പോർട്ടർ. തളിപ്പറമ്പിൽ പി കെ ശ്യാമള തന്നെ LDF സ്ഥാനാർത്ഥി. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. MV ഗോവിന്ദൻ, KK ശൈലജ, MV ജയരാജൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തളിപ്പറമ്പ് കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യും. മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിന് പൂർണ്ണ അംഗീകാരം. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയ കോലാഹലം ഉണ്ടായതാണ്, പക്ഷേ അത് പാർട്ടി തീരുമാനമാണ്. പാർട്ടിക്കാരി എന്ന നിലയ്ക്കാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയപ്പോൾ തന്നെ ഈ ചിത്രം തെളിഞ്ഞതാണ്. അതിന് ഔദ്യോഗിക നടപടി ക്രമപ്രകാരം അംഗീകാരം. മധു, അത് തന്നെയാണ്. തളിപ്പറമ്പിൽ CPIM ഒരു കാരണവശാലും പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ പറയുന്ന തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അംഗീകാരത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് ചേർന്ന തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ള ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയും അത് പിന്നീട് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലെ നടപടികളിലേക്ക്, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകരിച്ചിട്ടുള്ള ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ന് ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മുതിർന്ന നേതാക്കൾ, ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ 2 പേർ ഇത്തരത്തിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഭർത്താവ് മാറുമ്പോൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരു കീഴ്വഴക്കമായി മാറരുത്, അല്ലെങ്കിൽ അത്തരമായി കാര്യമായി തളിപ്പറമ്പിൽ മാറരുത് എന്നുള്ള കാര്യം അവർ സൂചിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതിയിൽ തന്നെ ആ തരത്തിൽ ഉയർന്നു വന്ന അണികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും കമ്മിറ്റികളിൽ നിന്നാണെങ്കിലും ഉയർന്നു വന്ന വിമർശനങ്ങളെ തൽക്കാലം പാർട്ടി കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ്. അത് നടപ്പിലാക്കാനും പോവുകയാണ്.